ഞാൻ ഈ ചായപാത്രമായിട്ട് ദിവസവും ചായ കൊടുത്ത് തിരിച്ചു വരുമ്പോൾ ഇങ്ങനെ റോട്ടിലൊക്കെ നോക്കും. അവിടെ വരുന്ന വലിയ വലിയ കാറുകളിൽ വന്നിറങ്ങുന്ന ഈ സിനിമാക്കാരനെന്നും തോന്നുന്ന ആളുകളുടെ അടുത്തേക്ക് ഓടിച്ചു തന്നിട്ട്, സാർ നിങ്ങൾ സിനിമാവാ? ഇല്ല സോറി സാർ. ഇതാ തീർത്തും അസാധാരണമായ ഒരു ജീവിത കഥ. യഥാർത്ഥ ജീവിതത്തിൽ പല വേഷങ്ങളാടിയ ശേഷം സിനിമയിൽ താരമായി വളർന്ന ഒരു സാധാരണക്കാരന്റെ ജീവിത കഥ. ഒരു കുടികാരൻ മാതിരി ആഡ് പണ്ണ് എന്ന് പറഞ്ഞു. ഇതിൽ പരം സന്തോഷം വേറെ വല്ലതും വേണോ? കാരണം നമ്മളതാണല്ലോ, നമ്മളിനി എന്താ അഭിനയിക്കാൻ. മണികണ്ഠൻ ആർ ആചാരി. കമ്മട്ടിപ്പാടം എന്ന സിനിമയിലെ ബാലൻ ചേട്ടനായി വന്ന് തിയേറ്ററുകളിൽ കയ്യടി നിറച്ച നടൻ. സിനിമയിലെത്തും മുമ്പ് തീക്ഷ്ണമായ അനുഭവങ്ങളുടെ ഒരു കാലം ഉണ്ടായിരുന്നു ഈ കലാകാരന്. ട്രെയിനിന് തലവെക്കാൻ സാധിച്ചില്ല, പിന്നെ കെട്ടിത്തൂങ്ങാൻ ശ്രമിച്ചു, അതും പല രീതിയിൽ പരാജയപ്പെട്ടു. ഒന്ന് കൊമ്പടിഞ്ഞു പോയി. ബാല്യകാലത്തെ നൊമ്പരപ്പെടുത്തുന്ന ഓർമ്മകൾ. അച്ഛൻ്റെ ബോഡി കത്തിച്ചതിന് ശേഷം എല്ലാവരും പോയി കഴിഞ്ഞ് ഈ പുറമ്പോക്ക് ഭൂമിയിലെ ഓലപ്പരയിൽ ചാണാമഴിയ തറയിൽ ഒരു മൂലയിലേക്ക് നനയാതെ ഈ 4 മക്കളെയും ചേർത്ത് ഇരിക്കുന്ന ഒരമ്മയുടെ വിഷലുണ്ട്. സിനിമയിലേക്കുള്ള വരവ്. എൻ്റെ കൂട്ടുകാരെ വിളിച്ച് പറഞ്ഞു, 7ാം അറിവ് സിനിമ അതിനകത്ത് എൻ്റെ ശബ്ദം വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഇവർ കണ്ടു കഴിഞ്ഞിട്ട്, എടാ നിൻ്റെ ശബ്ദം കേട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞു, ആ പട്ടി ബിസ്ക്കറ്റ് തിന്നുന്ന ശബ്ദം എൻ്റെയാണ്. മറക്കാനാകാത്ത വ്യക്തികൾ. ഭയങ്കര സന്തോഷവാനായി 2 പേരെ കണ്ടിട്ട്. അത് പാർവതി ചേച്ചിയും കാളിദാസുമായിരുന്നു. പാർവതി ചേച്ചിനെ കണ്ട് ഞാനിങ്ങനെ കണ്ണൊക്കെ നിറഞ്ഞ്, എനിക്ക് എന്താ പറയുക, അമ്മയെ കണ്ട പോലെ. സംഭവങ്ങൾ. സ്വർണ്ണപ്പണി പഠിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് അവിടെ ഈ ബോംബ് സ്ഫോടനം ഉണ്ടാകുന്നത്. പച്ചക്കറി തട്ടുണ്ടല്ലോ, ആ തട്ടിലൊരു അമ്മ ഫുൾ ചോരയാണ്. ആ ചോരയിൽ കുഞ്ഞ മകനെ മടിയിൽ കിടത്തിയിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. പ്രതികൂലമായ ചുറ്റുപാടുകളിൽ നിന്നും താരത്തിളക്കത്തിലേക്ക് വളർന്ന മണികണ്ഠൻ ആർ ആചാര്യയുടെ ചമയങ്ങളില്ലാത്ത ജീവിത സാക്ഷ്യം. ചരിത്രം എന്നിലൂടെ സഫാരി TV ചാനലിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 10:30. പിന്നെ സഫാരി TV യൂട്യൂബ് ചാനലിലും.